അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് അഗൈൻ നോട്ട് എ വെരി ഗുഡ് ഡേ, ബട്ട് അവിടെ ഞങ്ങളായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടായിരുന്നു അവൈലി ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത് ഭയങ്കര ഒരു Why was it not a good day? എൻ്റെ അമ്മ മരിച്ചുപോയ ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തായിരുന്നു പരിപാടി. രാവിലെ ഞങ്ങൾ ഇറങ്ങി, അവിടെ ഉച്ചയാകുമ്പോൾ എത്തി. അപ്പോഴാണ് അറിയണത് അമ്മ പോയി എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്കത് ഇൻ ദി എൻഡ് വി ആർ ഓൾ ആർട്ടിസ്റ്റ്. സോ അമ്മയ്ക്കും ഞാൻ ആ പരിപാടി പോയി പെർഫോം ചെയ്യണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. ആകെ ഉള്ളത് അന്ന് രാവിലെ അമ്മ ഉറങ്ങായിരിക്കുന്നു വിചാരിച്ചിട്ട് ഒരു ബൈ പറയാൻ പറ്റിയില്ല. ആ ഒരു വിഷമം എപ്പോഴും ഉണ്ടാവും, അത് എപ്പോഴും ഉണ്ടാവും എൻ്റെ മനസ്സിൽ. എന്നുവെച്ചാൽ ഞാൻ വിചാരിച്ച തിരിച്ചു വരുമ്പോൾ അമ്മയെ കാണാൻ പറ്റും എന്നുള്ള ഇതിലായിരുന്നു. ഞാനും എൻ്റെ അനിയനും എൻ്റെ ബാൻഡിലാണ്. ഞങ്ങൾ പോയി. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. ബട്ട് ദെൻ ദ തിങ് ഇസ് ലൈക്ക് വി കാൺട്ട്, ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ വെയിറ്റിംഗ് ടു സീ അവർ ഷോ. അവിടുന്ന് അത് വിട്ടിട്ട് വരാൻ തോന്നിയില്ല. ആൻഡ് ഫോർ മീ ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോം വെയർ ഐ കുഡ് ഗിവ് എ ട്രിബ്യൂട്ട് ടു മൈ മോം. ഞാനപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫുൾ സ്റ്റേജിൽ അമ്മയുടെ ഇമേജസ് ഇട്ടുകൊണ്ടായിരുന്നു ഞങ്ങളന്ന് പെർഫോം ചെയ്തത്. സോ അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഒരു 4000 പേര് എൻ്റെ അമ്മേനെ അന്ന് അറിഞ്ഞു എന്നുള്ളൊരു മൊമെൻറ്റിലേക്കും കൂടിയാണ് ഞാൻ ആ ഒരു ഷോ എൻഡ് ചെയ്യിപ്പിക്കാൻ നോക്കിയത്. ഇറ്റ് വാസ് എ ഹാർഡ് മൊമെൻറ്റ്, ബട്ട് ദെൻ ഷോ ഞങ്ങൾ ചെയ്തു. അല്ല, ഇത് അറിഞ്ഞിട്ടാണ് പെർഫോം ചെയ്യുന്നത്? അല്ല, അത് യെസ്, അറിഞ്ഞിട്ടാണ് പെർഫോം. എന്താ വെച്ചാൽ ഈവനിങ് ആയിരുന്നു പെർഫോമൻസ്. ഇത് ഉച്ചയാകുമ്പോഴേക്കാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇറ്റ് വാസ് ഹാർഡ്, ബട്ട് ദെൻ ഞങ്ങൾ പെർഫോം ചെയ്തു. എന്തായിരുന്നു മീൻസ് ആളുകൾ എക്സ്പെക്ട് ചെയ്യും എന്നുള്ളതാണോ, അത് അമ്മയ്ക്കൊരു ട്രിബ്യൂട്ട് എന്തായിരുന്നു മനസ്സിൽ? എല്ലാം ഉണ്ട്, മനസ്സിലെല്ലാം ഉണ്ടായിരുന്നു. കൂടെ അച്ഛനും ഫുൾ ടൈം ഫോണിൽ പറയുന്നത്, നീ പെർഫോം ചെയ്തിട്ട് തിരിച്ച് വന്നാൽ മതി എന്നുള്ളതാണ് അച്ഛനും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ വെച്ചാൽ ഞാൻ പെർഫോം ചെയ്യാതെ പോയാലും പെർഫോം ചെയ്തിട്ട് പോയാലും തിങ്സ് വോണ്ട് ചേഞ്ച്. സോ അറ്റ്ലീസ്റ്റ് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ട്രിബ്യൂട്ട് നീ അവിടെ കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞപ്പോഴാണ് ഐ തോട്ട് ഓക്കെ, ഐ ഷുഡ് ഡു ദറ്റ് ഷോ ആൻഡ് ദെൻ ഗോ ബാക്ക്. സോ മറ്റേതൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ മാത്രം തീർക്കാവുന്നുള്ളൊരു ഒരു 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 ട്രിബ്യൂട്ടായിരുന്നെങ്കിൽ ആ ഷോ കാരണം അറ്റ്ലീസ്റ്റ് 5000 ആൾക്കാർ എൻ്റെ അമ്മയുടെ മുഖം കണ്ടു. LED സ്ക്രീനിൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ ട്രിബ്യൂട്ടായിട്ട് ഞാൻ പാടി. അത് ഞാൻ ആക്ച്വലി എനിക്ക് പാടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ദെൻ ഓഡിയൻസ് മെയ്ഡ് ഷുവർ ദാറ്റ് ദേ ഓൾസോ സാങ് അലോങ് വിത്ത് മീ. അപ്പോൾ അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. ഐ എം ഷുവർ. ഏതായിരുന്നു പാട്ട്? മേരിമ, ശങ്കർ മാധവൻ്റെ മേരിമ എന്നുള്ളത് പറഞ്ഞൊരു പാട്ടാണ്. സോ അത് നമ്മുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. സോ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് ദാറ്റ് me and my brother could do something which will be memorable for a long time, even after she has gone. ഓക്കെ, മേരിമ ഒന്ന് പാടാവോ? കുറച്ച് കഴിഞ്ഞിട്ട് പാടാം. അത് ഭയങ്കര ഇൻസ്പയറിങ്, ട്രൂലി ട്രൂലി. സോ അങ്ങനെ അപ്പോൾ അവിൽ അന്നും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം അജയ് സത്യനായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ. അപ്പം ഈ പറഞ്ഞ കീർത്തനം പാടുന്നത് എന്നോട് രാത്രിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൻ്റെ സമയത്ത് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, കറക്റ്റാണെന്ന് അറിയില്ല. മീൻസ് ബ്രോ പാടുമ്പോ അമ്മ ഡാൻസ് ചെയ്യോ അങ്ങനെ എന്തോ? ഇല്ല, എന്താ പറയുക, അമ്മയുടെ കോൺട്രിബ്യൂഷൻ എൻ്റെ അല്ല, അമ്മയല്ലേ രാവിലെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഓക്കെ ഓക്കെ. നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ എല്ലാവരും കളിച്ച് നടക്കുന്ന പ്രായം ആയിരിക്കുമല്ലേ. അതെ അതെ. പക്ഷെ അമ്മ മേഡ് ഷുവർ ദാറ്റ് ഞാൻ രാവിലെ, ഞാൻ ബോംബെയിലായിരുന്നു കേട്ടോ പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ 6 മണിക്ക് ബസ് വരും സ്കൂളിലേക്ക് പോകാൻ. 7 മണി തൊട്ടാണ് അവിടെ സ്കൂൾ ടൈമിങ്സ് ഒക്കെ. അപ്പോൾ 4:30 അമ്മ വിളിച്ച് എണീപ്പിക്കും. എല്ലാ ദിവസവും രാവിലെ സാധകം ചെയ്യിപ്പിക്കും. അപ്പോൾ പിള്ളേരാകുമ്പോൾ അങ്ങനെ ഇരുന്ന് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അമ്മ കൂടെ ഇരുന്ന് അമ്മ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഞാൻ ആ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ സാധകം ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 1 hour അല്ലെങ്കിൽ 1 hour മാക്സ് സാധകം ചെയ്തിട്ട് ഇവൻ സ്കൂളിലേക്ക് പോകുള്ളൂ എന്നുള്ളൊരു ഒരു പുഷ്. നമുക്ക് എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ വേണമല്ലോ. ഒരു ആൾക്ക് എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴും ഒരു മോട്ടിവേഷൻ വേണം, എസ്പെഷ്യലി വെൻ യു ആർ കിഡ്സ്. അണ്ടർ ദൻ അൺടിൽ സംബഡി ആസ്ക് യു ടു ഡു സംതിങ് യു വോണ്ട് ഡു. സോ അവിടെയാണ് അമ്മ പ്ലേഡ് എ ബിഗ് റോൾ. ആൻഡ് ഈവൻ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാൻ എൻ്റെ
അമ്മയും അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ അത് നടക്കുന്നത് കേരളത്തിലാണ്, ഞാൻ ബോംബെയിലാണ്. ആൻഡ് ഇറ്റ്സ് മൈ ഇമ്പോർട്ടൻറ്റ് പീക്ക് ടൈം ഫോർ എ സ്റ്റുഡൻറ്റ്, 11th and 12th എന്ന് പറയണത് അല്ലേ. ആ സമയത്ത് അമ്മയും അച്ഛനും ന്യൂസ് പേപ്പറിൽ കാണുന്നു ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയുടെ ഓഡിഷൻ നടക്കുന്നുണ്ട് കൊച്ചിയിൽ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഓൾറെഡി ഗുരുവായൂർ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അമ്മ അച്ഛന് പറഞ്ഞു നമുക്ക് അവിടെയും ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ സംഭവം കിട്ടി. ആൻഡ് ദെൻ അവിടെയും അഗെയിൻ ടഫ് കോൾ. എന്താ വെച്ചാൽ എനിക്ക് പിന്നെ ബോംബെയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ഒരു 6-7 മാസം ബോംബെയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. സ്കൂളല്ല ആ സമയത്ത്, ഞങ്ങൾക്ക് കോളേജ് 11th 12th. അപ്പോൾ കോളേജൊക്കെ എന്തായാലും ലീവ് എടുക്കേണ്ടി വരും, പ്രശ്നമാവും. 12th ചിലപ്പോൾ 12th എക്സാം പോലും എഴുതാൻ പറ്റുന്നുണ്ടാവില്ല എന്നുള്ള സിറ്റുവേഷനാണ്. വേർ മോസ്റ്റ് ഓഫ് ദ പേരൻസ് വുഡ് ഹാവ് ടോൾഡ് ദെയർ ചൈൽഡ് ടു സ്റ്റേ ബാക്ക്, നീ പോകണ്ട, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പാട്ട് നോക്കാമെന്നായിരിക്കും എല്ലാവരും പറയാം. പക്ഷെ എൻ്റെ അമ്മ അച്ഛനും കുഴപ്പമില്ല, നീ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു അവരുണ്ടായിരുന്നത്. സോ ദേ വർ ഓൾവേസ് സപ്പോർട്ടീവ്. ആൻഡ് ആ ഒരു വർഷം കളഞ്ഞു. 12th ആക്ച്വലി എന്താ, ഞാൻ സയൻസ് ആയിരുന്നു ഇവിടെ തന്നെ. സയൻസിൽ ലബോറട്ടറിയിൽ റെക്കോർഡൊക്കെ ഭയങ്കര പണിയല്ലേ. അപ്പോൾ 11th പകുതി വെച്ച് ഞാൻ തിരിച്ചു വരുന്നത് 12th പകുതിയിലാണ്. അത്രയും കാലം സയൻസിൽ എന്താ നടക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ 12th എക്സാം വന്നപ്പോൾ എനിക്ക് ബഹ്റൈനിലോ ഗൾഫിലോ എവിടെയോ ഷോസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. സോ ഞാൻ അങ്ങോട്ടേക്കാണ് പോയത്, എക്സാം എഴുതിയില്ല. ആൻഡ് ദെൻ ഐ കെയിം ബാക്ക്. പിന്നെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചു. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, എക്സാം എഴുതണത് നീ സയൻസ് നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഇത്രയൊക്കെ പഠിച്ചെടുത്ത് നീ റെക്കോർഡൊന്നും എന്തായാലും എഴുതാൻ പറ്റില്ല, ഇൻസ്റ്റഡ് യു ഡു കോമേഴ്സ്. അതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിനക്ക് പറഞ്ഞുതരാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം, എന്നിട്ട് നീ എക്സാം എഴുത്, നമുക്ക് നോക്കാം നീ പാസ്സാവില്ല എന്നുള്ളത്. അവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആ സമയത്ത്. ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നു, പാസ്സായി. പാസ്സായപ്പോൾ പിന്നെ പിന്നെ BCom ചെയ്താൽ മതിയല്ലോ. എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് എപ്പോഴും മീഡിയയിലായിരുന്നു, പാട്ടും ഇതൊക്കെ ആയിട്ട് മീഡിയയിലാണ് എപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ളത്. ആ സമയത്ത് ഈ ചുറ്റുപാടുള്ള പ്രഷർ കാരണമൊക്കെയാണ് നമ്മൾ പോയി സയൻസും എഞ്ചിനീയറൊക്കെ നമ്മുടെ തലയിൽ വരണം. അല്ലാണ്ട് ഒരിക്കലും ഞാനൊരു എഞ്ചിനീയർ ആവില്ല. പക്ഷേ ചുറ്റിലെല്ലാവരും പറയുമ്പോൾ നമ്മുടെ പേരൻസ് ഇൻഫ്ലുവൻസ് ആവും, എഞ്ചിനീയറിംഗ് ആണ് ആ സമയത്ത് അടിപൊളി. ഭാഗ്യം കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ എപ്പോഴും MBA അങ്ങ് പൊട്ടിമുളച്ചു. MBA ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് വന്നപ്പോഴാണ് എന്നാൽ ശരി അപ്പോൾ BCom അങ്ങ് ചെയ്ത് MBA ചെയ്യാം. MBA ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഒന്നെങ്കിൽ ചെന്നൈയിൽ ചെയ്യണം, എന്താ വെച്ചാൽ അവിടെ ഈ പറയുന്ന സ്റ്റുഡിയോസൊക്കെ അവിടെയാണ് ഏറ്റവും കൂടുതലുള്ള. ടി നഗറിൽ പോയി സ്റ്റുഡിയോകളിൽ പോയി കിടന്നുറങ്ങണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. എന്താ വെച്ചാൽ വേറൊരു കോർണറിലായിരുന്നു എൻ്റെ കോളേജ് ഉണ്ടായിരുന്നത്, കേളമ്പാക്കം. പക്ഷേ MBA അഗൈൻ മീഡിയ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു സ്പെഷ്യലൈസേഷൻ. സോ അത് കംപ്ലീറ്റ് ചെയ്ത് ജോബിൽ കയറിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വീണ്ടും മ്യൂസിക്കിൽ ആക്റ്റീവ് ആവണമെന്ന് തോന്നിയിട്ട് ഞാൻ പ്രയാൺ ബാൻഡ് ഉണ്ടാക്കുന്നതും മ്യൂസിക് മോജോയിൽ പെർഫോം ചെയ്ത് തുടങ്ങുന്നതും പിന്നെ ലൈവ് ഷോസൊക്കെ ചെയ്തതാണ്.